നിങ്ങളുടെ കയ്യിലുള്ള സർക്കാർ രേഖ നിങ്ങൾ മറച്ചു വെച്ചു. ഇപ്പൊ പറയാ കയ്യിലുണ്ട്, കണ്ടുവെന്ന് നിങ്ങൾ പറയാത്തത്. നിങ്ങളുടെ കയ്യിൽ സർക്കാർ രേഖ ഉണ്ടല്ലോ. അതൊക്കെ ശാഖയിൽ വെച്ചിട്ട് വന്നാൽ മതി സന്ദീപേ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കോ ഒന്നും സർട്ടിഫിക്കറ്റ് തരാൻ ആയിട്ടില്ല. ആയിട്ട് വാ, എന്താ ആലോചിക്കാം. ശാഖയിൽ വെച്ചിട്ട് വന്നാൽ മതി ഇങ്ങോട്ട്. അതിന്റെ ഹിസ്റ്റോറിസിറ്റിയെ, ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ചരിത്രപരതയെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാം. ഐ ചാലഞ്ച് യു. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്രമെന്ന് എഴുതിയതിൽ ഞാൻ വായിച്ചു തരാം. ഒരു സെക്കൻഡ്. കണ്ടിട്ടാണ് അഭിലാഷ് അത് കാണാത്ത വഴി പറയുന്നത്. സുരേന്ദ്രനെ കള്ളനാക്കണം, സുരേന്ദ്രൻ തെറ്റു പറഞ്ഞു എന്നാക്കണം. ജനങ്ങൾ ആ പരിപാടി കയ്യിൽ വെച്ചേക്ക്, ആ പരിപാടി കയ്യിൽ വെച്ചേക്ക്. നിങ്ങൾ അജണ്ട കയ്യിൽ വെച്ചിട്ട് ചർച്ചയിരുന്നാ മതി. നിങ്ങൾ MGS നാരായണന്റെ വാദം കൊണ്ട് വരല്ലേ? ഒരു മിനിറ്റ്. ഈ രാജ്യത്തെ ഒരു ചരിത്രകാരൻ ഈ വിഷയത്തെ കുറിച്ച് പറയാൻ കഴിയും. എങ്ങനെയാണ് ഈ പരാജയപ്പെടുന്ന സമയത്ത്, അജണ്ട പൊളിയുന്ന സമയത്ത് CPM-ന് വേണ്ടി വിടുപണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തക, നിങ്ങൾ ഈ അജണ്ട പൊളിയുന്ന ആ ഭൗതിക സത്യസന്ധത കാണിക്ക്. വിടുപണിയാണ് എടുക്കുന്നത്, CPM-ന് വേണ്ടിയുള്ള വിടുപണിയാണ് എടുക്കുന്നത്. CPM-ന് വേണ്ടിയുള്ള വിടുപണിയാണ് നിങ്ങൾ എടുക്കുന്നത്. ഒരു കാര്യത്തിൽ ഉത്തരം പറയാൻ പറഞ്ഞാൽ മതി. ഈ വിഷയത്തിനകത്ത് വാദം ചോദ്യം ചോദിക്കുന്ന ആളെ എന്തോ അങ്ങ് ആക്കി കളയാമെന്നൊക്കെ ഉള്ളത് അങ്ങ് ശാഖയിൽ വെച്ചാൽ മതി സന്ദീപ്. ഇവിടെ വേണ്ട. അതൊക്കെ ശാഖയിൽ നിങ്ങളല്ലേ തോറ്റത് അഭിലാഷേ? നിങ്ങളല്ലേ വഷളായത്? നിങ്ങൾ സൈക്കിൾ കുട്ടികളെ പോലെ ഇരിക്കുന്നത്. നിങ്ങൾ കയ്യിലുള്ള തെളിവ് മറച്ചു വെച്ചു. സുരേന്ദ്രനെ ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള സർക്കാർ രേഖ നിങ്ങൾ മറച്ചു വെച്ചു. ഇപ്പൊ പറയാ കയ്യിലുണ്ട്, കണ്ടുവെന്ന് നിങ്ങൾ പറയാത്തത്. നിങ്ങളുടെ കയ്യിൽ സർക്കാർ രേഖ ഉണ്ടല്ലോ. അതൊക്കെ ശാഖയിൽ വെച്ചിട്ട് വന്നാൽ മതി സന്ദീപേ. ഞാൻ പറയുന്നത് ചരിത്രമാണ്. ഞാൻ കോട്ട് ചെയ്തത് എനിക്ക് മാധ്യമ സ്ഥാപനത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കോ ഒന്നും സർട്ടിഫിക്കറ്റ് തരാൻ ആയിട്ടില്ല. ആയിട്ട് വാ, എന്താ ആലോചിക്കാം. അല്ലാതെ ആളുകളെ നെയിം കോളിംഗ് ചെയ്ത് നിങ്ങൾ എന്നൊക്കെ ഔദാര്യത്തിൽ കിട്ടിയ പണിയുടെ പേരിലാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾ CPM-ന് വേണ്ടി പണിയെടുത്തോ. എനിക്ക് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. കണ്ടിട്ടുണ്ടോ? ഭാര്യയ്ക്ക് പേരിലാണെങ്കിൽ നിങ്ങൾ CPM-ന് വേണ്ടി എന്താ പ്രശ്നമുള്ളത്? ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ചരിത്രപരതയെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാം. ഐ ചാലഞ്ച് യു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ചരിത്രപരതയെ നിങ്ങൾക്ക് ഖണ്ഡിക്കാമെങ്കിൽ ഐ ചാലഞ്ച് യു. നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ പറഞ്ഞത് ഈ പ്രദേശത്തിന്റെ പേരിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് MGS നാരായണൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ആധികാരികമായ ചരിത്രമാണ്. അതെനിക്ക് ബോധ്യമുണ്ട്. അതെനിക്ക് ബോധ്യമുണ്ട് സന്ദീപേ, അതെനിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു കാര്യം, ഒരു വസ്തുത, ഒരു ചരിത്രം പറഞ്ഞ ഉടനെ അങ്ങ് CPM-കാരനാക്കി അങ്ങ് പേടിച്ചു വിചാരിച്ചോ? അങ്ങനെയൊക്കെ പേടിക്കുന്നവരുണ്ടാവും. എന്നാ കൂട്ടണ്ടാതിൽ കേട്ടോ. അങ്ങനെയൊക്കെ പേടിക്കുന്നവരുണ്ടാവും. ചോദ്യം ചോദിച്ചാൽ താങ്കൾക്ക് ആധികാരികമായി അങ്ങനെയേ പറയാവൂ. ആധികാരികമായി വസ്തുതാപരമായി ചരിത്രപരമായി ഉത്തരം. അല്ലാതെ ഉത്തരം മുട്ടുമ്പോ ചോദ്യം ചോദിക്കുന്നവരെ
നിങ്ങൾ കയ്യിലുള്ള രേഖ കണ്ടിട്ട് മറച്ചു വെച്ചു. കയ്യിലുള്ള രേഖ കണ്ടിട്ട് മറച്ചു വെച്ചു. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി ഉണ്ടായിട്ട് നിങ്ങൾ മറച്ചു വെച്ചു. നിങ്ങൾ കള്ളത്തരം കാണിച്ചു. ആധികാരികമായി ഞാൻ പറഞ്ഞല്ലോ, പിടിക്കപ്പെട്ടു. ചരിത്രം നിങ്ങൾ സൈക്കിൾ ചരിത്രമാണ്. പൊതുസമൂഹത്തോട് നാണം കെട്ടിരിക്കുകയാണ്. പൊതുസമൂഹം എന്ന് പറയുന്നത് പറയിപ്പിച്ചാണ് ആവശ്യമില്ലാത്ത പൊതുസമൂഹം എന്ന് പറയുന്നത് നിങ്ങൾ എണ്ണുന്ന ആളുകളാണോ? ആരാണ് ഈ പൊതുസമൂഹം? ഞാൻ പറഞ്ഞ ചരിത്രം, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും താങ്കൾ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും മണ്ടത്തരമാണെങ്കിൽ ആ മണ്ടത്തരം എന്താണെന്ന് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഞാൻ പറഞ്ഞത് ചരിത്ര വിരുദ്ധമാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. വസ്തുതാ വിരുദ്ധമാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. രേഖയാണ് മിസ്റ്റർ. ഇവിടെ ചരിത്രം ഇൻസ്ക്രിപ്റ്റുകളുടെ രൂപത്തിൽ, ചരിത്ര ഗ്രന്ഥങ്ങളുടെ രൂപത്തിൽ, ചരിത്ര പ്രബന്ധങ്ങളുടെ രൂപത്തിലുണ്ട്. അന്നേരമാണ് ഏതോ മുനിസിപ്പാലിറ്റിക്കാരൻ വിക്കിപീഡിയ നോക്കി എഴുതിയ സാഹിത്യത്തെ റഫർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഏതോ മുനിസിപ്പാലിറ്റിക്കാരൻ വിക്കിപീഡിയ നോക്കി എഴുതിയ ചരിത്രത്തെ റഫർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. നിങ്ങളുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ചരിത്രത്തെ റഫർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഇവിടെ ചരിത്രകാരന്മാർ എഴുതി വെച്ചുള്ള ചരിത്രമുണ്ട്, ശിലാലിഖിതങ്ങളുണ്ട്, രേഖകളുണ്ട്, ഇൻസ്ക്രിപ്റ്റുകളുണ്ട്, എന്താണ് ഈ പ്രദേശത്തിന്റെ പേര്? എന്റെ അഭിലാഷം നാണമുണ്ടോ? ഇത് സുൽത്താൻ ബത്തേരി, അത് നിങ്ങൾ പറയാം. മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്. ഏതോ മുനിസിപ്പാലിറ്റിക്കാരൻ വിക്കിപീഡിയ നോക്കി എഴുതിയതിനെ റഫർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റാ മിസ്റ്റർ. ഞാൻ പറഞ്ഞെന്താ, ഞാൻ ആരെയാ കോട്ട് ചെയ്തത്? ഞാൻ കോട്ട് ചെയ്തത് ആരെയാ? MGS നാരായണനെയാണ് ഞാൻ കോട്ട് ചെയ്തത്. ഞാൻ കോട്ട് ചെയ്തത് MGS നാരായണനെയാണ്. MGS നാരായണനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? സർക്കാർ രേഖയാണ് ഞാൻ കോട്ട് ചെയ്തത് MGS നാരായണനെയാണ്. MGS നാരായണനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? സർക്കാർ രേഖയെക്കുറിച്ച് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടോ ഇല്ലയോ? ഭയന്നിട്ട് നിങ്ങൾ CPM നാരായണൻ, MGS നാരായണൻ കയ്യിൽ വെച്ചാൽ നടക്കാൻ പോകുന്നില്ല. ചരിത്രകാരനാണോ? ഞാൻ കോട്ട് ചെയ്തത് MGS നാരായണനെയാണ്. MGS നാരായണൻ മുനിസിപ്പാലിറ്റിയുടെ രേഖ നോക്കേണ്ട അഭിലാഷേ. ഞാൻ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി രേഖ നോക്കേണ്ട അഭിലാഷേ. നാണമുണ്ടോ? CPM-ന്റെ ഔദ്യോഗിക രേഖ നോക്ക്, സർക്കാർ രേഖ നോക്ക്. സർക്കാർ രേഖയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി ബഹളം വെച്ചുകൊണ്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ നിങ്ങൾ തോറ്റു, തോറ്റുകിടന്ന് ഉരുളണ്ട. നിങ്ങൾ തോറ്റിട്ട് നിങ്ങൾ അജണ്ട പരാജയപ്പെട്ടു. സുരേന്ദ്രനെതിരായിട്ട് നിങ്ങൾ അജണ്ട പരാജയപ്പെട്ട നിങ്ങൾ ഇമാതിരി വാട്സാപ്പ് സാഹിത്യം കേരളത്തിലെ അങ്ങനെയല്ല എന്ന് പറയുന്നത്. അത് പൗരബോധത്തിന്റെ ഭാഗമാണ്. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പലതും ഇതിനപ്പുറവും പറയും. നിങ്ങൾ ഇതല്ല ഇതിനപ്പുറവും പറയും. ഇതുപോലെയുള്ള വ്യാജ ചരിത്ര നിർമ്മിതികളെ പരാജയപ്പെടുത്തുക എന്നതാണ് എനിക്ക് അജണ്ട. കൂട്ടിക്കോ അത് തന്നെയാണ്. വെച്ചാ മതി. അങ്ങനെ ചർച്ച നടത്തണ്ട. ആ രീതിയിൽ ചർച്ച നടക്കില്ല. നടക്കണ്ട. അങ്ങനെ ഒളിപ്പിച്ചു വെച്ച് നിങ്ങളുടെ ചർച്ച നടക്കില്ല. എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും. താങ്കളുടെ കാര്യം എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും. എന്നെ ഈ ഫ്ലോറിൽ വന്നിട്ട് ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വീഡിയോ പണി എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് അതേപോലെ തിരിച്ചു പറയും. അതല്ലാതെ നിങ്ങളുടെ പാർട്ടിക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെടുത്തണ്ട സന്ദീപേ. അത് തന്നെയാണ് വളരെ വ്യക്തമായി പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് ബോധ്യമുള്ളതേ ഞാൻ പറയൂ. എനിക്ക് ബോധ്യമുള്ളതേ ഞാൻ പറയൂ. എനിക്ക് ബോധ്യമുള്ളതേ ഞാൻ പറയൂ. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വാചകത്തെ ഖണ്ഡിക്കാൻ ഞാൻ ഇന്ന് പറഞ്ഞതിനെ കുറിച്ചല്ല, ഞാൻ എന്നെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ഒരു വാചകത്തെ ഖണ്ഡിക്കാൻ ഏതെങ്കിലും BJP-കാരനുണ്ടെങ്കിൽ പറഞ്ഞു വിട്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ആരും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ വസ്തുതയെ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഞാൻ പറഞ്ഞ വസ്തുത നിങ്ങൾ ഖണ്ഡിക്കുമെന്ന്. ഞാൻ പറഞ്ഞ ഞാൻ ആരും ആയിക്കോട്ടെ, ഞാൻ പറയുന്ന വസ്തുത നിങ്ങൾ ഖണ്ഡിക്കോ?
എന്താണ് അഭിലാഷേ ഫാൻസിന് കൈയടി വാങ്ങാനാണോ? നാണമുണ്ടോ അഭിലാഷ്? ഫാൻസ് ഒക്കെ നിങ്ങൾക്കല്ലേ? നാണമുണ്ടോ നിങ്ങൾക്ക്? ഫാൻസ് ഒക്കെ നിങ്ങൾക്കല്ലേ? ഞാൻ പറഞ്ഞ വസ്തുതയെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അത്രേ ഉള്ളൂ എന്റെ ചോദ്യം. ബാക്കിയൊക്കെ ഇവിടെ നിങ്ങൾ പറഞ്ഞ വസ്തുത ഞാൻ ഖണ്ഡിക്കുന്നത് എങ്ങനെ? ഔദ്യോഗിക രേഖയിലാണ് ഇതിനെ ഗണപതി വട്ടം എന്ന് പറയുന്നത്. ഞങ്ങളല്ല, CPM ഉണ്ടെന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ പ്രാചീന ചരിത്ര രേഖകളിൽ മന്ത്രിയായ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒഫീഷ്യൽ MGS നാരായണൻ എന്ന ഏറ്റവും വിശ്രുതനായ നിങ്ങൾക്ക് കൂടി അംഗീകരിക്കാൻ കഴിയുന്ന ചരിത്രകാരൻ പറഞ്ഞ കാര്യം ഞാൻ കോട്ട് ചെയ്തെന്ന് താങ്കൾക്ക് എന്തിനാണ് പൊള്ളുന്നത് സാർ? ഞാൻ പറഞ്ഞ വസ്തുത താങ്കൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ? ഒട്ടും പൊള്ളിയിട്ടില്ല. പൂർത്തിയാക്കാൻ അനുവദിക്കാതെ നിങ്ങൾ കിടന്ന് ബഹളം വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അജണ്ട പൊളിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഒരു വശത്തേക്ക് ആക്കണം. സുരേന്ദ്രനെ നിങ്ങൾക്ക് വർഗീയവാദി എന്ന് മുദ്ര കുത്തണം. BJP-യെ പറഞ്ഞു. ആ യാഥാർത്ഥ്യം പറഞ്ഞപ്പോ കിടന്ന് ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഈ ചർച്ച സുരേന്ദ്രനെ കുറിച്ചല്ലേ? ഈ ചർച്ച സുരേന്ദ്രനെ കുറിച്ചല്ലേ? ഈ ചർച്ച എന്തിനാണ് പേരുമാറ്റ രാഷ്ട്രീയം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ചാണ്? എന്തിനാണ് രാഷ്ട്രീയം കേരളത്തിൽ? അഭിലാഷ് ആങ്കർ ആണെങ്കിൽ ഒരു 30 സെക്കൻഡ് അഭിലാഷിന്റെ BP താഴ്ത്ത് ഒരു 30 സെക്കൻഡ് അഭിലാഷിന് 30 സെക്കൻഡ് മിണ്ടാതിരിക്കെ. BP ഒന്ന് ചെക്ക് ചെയ്യ്, താഴ്ത്ത് പറയാം. 30 സെക്കൻഡ് നിങ്ങളോട് തർക്കിക്കാനിടയാത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, ഞാൻ തർക്കിക്കാനിടയായ സാഹചര്യം എന്താ? സുരേന്ദ്രൻ പറഞ്ഞ പ്രസ്താവന എന്താ? കൃത്യമായി പറഞ്ഞു, ബത്തേരിയുടെ പഴയ നാമം ഗണപതി വട്ടം എന്നായിരുന്നു, മുൻപുള്ള നാമം ഗണപതി വട്ടം എന്നായിരുന്നു. അത് തെളിയിക്കുന്ന രേഖകൾ, സർക്കാർ രേഖകൾ, CPM ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്, കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അപ്ലോഡ് ചെയ്ത ചരിത്രം, ആ ചരിത്രത്തിൽ കൃത്യമായി പറയുന്നു ഗണപതി വട്ടം ഒന്നായിരുന്നു. അതുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണ്, സത്യമാണ് എന്ന് ഈ ചർച്ചയിൽ ആദ്യം പറയണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. സുരേന്ദ്രൻ എന്തോ കളവ് ചെയ്തു എന്ന് പറയും, സുരേന്ദ്രൻ എന്തോ കളവ് പറഞ്ഞു എന്ന് പറയും. അത് ശരിയല്ല, അത് തെറ്റാണ്. അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പോകല്ലേ? ഇനി 30 സെക്കൻഡ് താങ്കൾ കേൾക്കും. ഞാൻ പറയാം ഞാൻ എന്താ പറഞ്ഞത്. ഞാൻ ഗണപതി വട്ടം എന്ന പേര് ഈ പ്രദേശത്തിന് ഒരിക്കലും ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ, ഈ പ്രദേശത്തിന് പല ഘട്ടങ്ങളിൽ പല പേരുകൾ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു പറയാം, ഉണ്ടെന്ന് സമ്മതിക്ക്. 30 സെക്കൻഡ് ഗണപതി വട്ടം എന്നായിരുന്നു. മുനിസിപ്പാലിറ്റി തന്നെ അത് പറയുന്നു. സർക്കാർ രേഖയിൽ ഗണപതി വട്ടം എന്നാണ്. ഇതൊന്ന് പറയേ. അല്ല, ഇല്ലായിരുന്നു എന്ന് പറയണം. ഇനി 30 സെക്കൻഡ് ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി 30 സെക്കൻഡ് ഞാൻ പറയുന്നത് സമ്മതിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചർച്ച. നിങ്ങൾ ഗണപതി വട്ടം എന്ന പേര് ചരിത്രത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഗണപതി വട്ടം എന്ന പേര് ചരിത്ര രേഖകൾ ഉണ്ടോ ഇല്ലയോ? ഗണപതി വട്ടം എന്ന രേഖയിലുണ്ട്. സുരേന്ദ്രൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ? സുരേന്ദ്രൻ പറഞ്ഞു നിങ്ങൾ പറയരുത്. സുരേന്ദ്രൻ സാധിക്കില്ല. സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. സുരേന്ദ്രൻ രേഖാമൂലമുള്ള കാര്യമാണ് പറഞ്ഞത്. സർക്കാർ രേഖയുള്ള കാര്യം പറഞ്ഞു. ഈ ചർച്ചയിൽ സുരേന്ദ്രനെ വർഗീയവാദിയാക്കാൻ വേണ്ടി നിങ്ങൾ CPM-ന് വേണ്ടി പണിയെടുത്തു. ഇതാണ് എന്റെ ആരോപണം.